വിശുദ്ധ റപ്പായേൽ മാലാഖ ചിറകുവിരിച്ച് കാവൽ നിൽക്കുന്ന ഒത്തിരി വിശുദ്ധാത്മാക്കളുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ചിന്ന റോമ 1718 സ്ഥാപിതമായ റപ്പായേൽ മാലാഖയുടെ മാധ്യസ്ഥ അനുഗ്രഹങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ദേവാലയങ്ങളിൽ ഒന്നായ ഒല്ലൂർ ഫൊറോന ദേവാലയം 1861 റോക്കോസ് മെത്രാൻ കേരളത്തിലെത്തിയതോടെ ഒല്ലൂർ പള്ളിയിലെ വലിയൊരു വിഭാഗം അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിച്ചു. ഇതോടെ പള്ളിയിൽ 2 വിഭാഗങ്ങളായി തിരിവുണ്ടായി. വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ നാമധേയത്തിലുള്ള വലിയ പള്ളി റോക്കോസ് മെത്രാന്റെ അനുയായികളുടെ കീഴിലായപ്പോൾ മറ്റേ വിഭാഗത്തിന് 1845 സ്ഥാപിതമായ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ ചെറിയ പള്ളി മാത്രമായി ശേഷിച്ചു. തുടർന്നുള്ള 28 വർഷത്തോളം കിടമത്സരങ്ങളും കക്ഷി വഴക്കുകളും കൊണ്ട് കലുഷിതമായിരുന്ന ഒല്ലൂരിന്റെ ക്രൈസ്തവാന്തരീക്ഷത്തിന് 1873 വരാപ്പുഴ മെത്രാപ്പോലിത്ത മാർ ലയോനാർഡിന്റെ കൽപ്പന പ്രകാരം ഈ 2 പള്ളികളും വീണ്ടും ഒന്നായതോടെയാണ് ശാന്തമായത്. ഇന്നും ഔദ്യോഗിക നാമം വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ നാമധേയത്തിലാണെങ്കിലും ഈ ഫൊറോന ദേവാലയം വിശ്വാസികളുടെ ഹൃദയത്തിൽ അറിയപ്പെടുന്നത് വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ പേരിലൂടെയും മാലാഖയുടെ മധ്യസ്ഥത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളിലൂടെയുമാണ്. വന്ദനം റാഫേ ദൈവദൂത സന്തതം അങ്ങേ വാഴ്ത്തിയിടുന്നു. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ജനങ്ങൾ എത്തിച്ചേരുന്ന മാലാഖയുടെ തിരുനാളും ഒല്ലൂരിന്റെ ഏറ്റവും വലിയ വിശ്വാസ സാക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരക്കുന്ന തിരുനാൾ പ്രദക്ഷിണങ്ങളിൽ ഒന്നായ ഈ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ എല്ലാ വർഷവും ഒക്ടോബർ 22 മുതൽ 25 വരെ ആഘോഷിക്കപ്പെടുന്നു. 1837 മുതൽ ഒല്ലൂർ ഇടവകയിലെ റപ്പായേൽ നാമധാരികളായ ഏതാനും വിശ്വാസികൾ ഒത്തുചേർന്ന് ഒക്ടോബർ 23-24 തീയതികളിൽ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയതാണ് ഇന്ന് ലോകശ്രദ്ധ നേടിയ ഈ മഹാതിരുനാളിന്റെ ചരിത്രത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 22 മുതൽ 25 വരെ ആഘോഷിക്കപ്പെട്ട റപ്പായേൽ മാലാഖയുടെ 159ാമത് തിരുനാളിന്റെ ചില കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നെത്തുന്ന വർണ്ണാഭമായ വള എഴുന്നള്ളിപ്പുകൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ മാലാഖ തോബിയാസിന്റെ കണ്ണുകൾ മത്സ്യത്തിന്റെ ചങ്കും കരളുമെടുത്ത് സൗഖ്യമാക്കിയതുപോലെ നമ്മുടെ ശാരീരിക രോഗങ്ങൾ മാറുന്നതിനും മറ്റു നിയോഗങ്ങൾ സാധിക്കുന്നതിനുമായി വിശ്വാസത്തോടെ നടത്തുന്ന അത്ഭുത മീൻ സമർപ്പണം, ഭക്തിനിർഭരമായ ദാസീദാസൻ വാഴിക്കൽ, കൂടാതെ നൃത്തസംഗീത അരങ്ങേറ്റങ്ങൾ, അങ്ങനെ എല്ലാം ചേർന്നതാണ് ഈ മഹാതിരുനാളിനെ വേറിട്ടതാക്കുന്നത്. വിശ്വാസവും പാരമ്പര്യവും അത്ഭുത സൗഖ്യങ്ങളും ഒത്തുചേരുന്ന ആയിരക്കണക്കിന് ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്ന വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ ഈ വർഷത്തെ തിരുനാളിന് ഇനി ഏകദേശം 2 മാസം കൂടി മാത്രം. തിരുനാളിനായുള്ള ആത്മീയ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ച് അതിനോടനുബന്ധിച്ചുള്ള നവവാരം ഈ വരുന്ന ഓഗസ്റ്റ് 25 തീയതി മുതൽ ആരംഭിക്കും.